2023 ഏപ്രിൽ 15 തങ്കമ്മ ഗോപാലൻ എന്ന 93 വയസ്സുകാരി സമീപത്തെ ക്ഷേത്രത്തിന്റെ വിളക്കുമാടത്തിൽ പോകുന്നത്. അതിനുശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. ഇന്നിപ്പോൾ 2 വർഷവും 5 മാസവുമാകുന്നു. ഈ വൃദ്ധമാതാവിന് എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. ഞങ്ങൾ ഒരുമിച്ച് പോയി, ഞാനും ഹസ്ബൻഡും അമ്മയും കൂടെ ഒരുമിച്ച് പോയിട്ട് തൊട്ടടുത്തുള്ള സുരേന്ദ്രൻ പൂജ ചെയ്യുന്ന അമ്പലത്തിൽ അവിടെ ചെന്നിട്ട് സുരേന്ദ്രനെ ഞാൻ വിളിക്കുകയാണ്. ചിറ്റപ്പ ഇങ്ങ് വരാൻ പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഇവിടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്മിയോയിൽ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, അതുവരെ അമ്മ ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് പുള്ളിയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പോയിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തിരിച്ച് വന്ന് അവിടെ ഇറങ്ങി ചോദിച്ചു, അമ്മ എന്ത് ചെയ്യാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് അമ്മ പോയിട്ടൊരു 10 മിനിറ്റേ ആയുള്ളെന്നാണ് പറയുന്നത്. പക്ഷെ അമ്മ ആ 10 മിനിറ്റ് കൊണ്ട് നടന്ന് ഇവിടെ എത്തത്തില്ല. പക്ഷെ ഞങ്ങളിവിടെ എത്തി, ഇവിടെ എല്ലാം വീടിൻ്റെ പരിസരവും പറമ്പിലും ഒക്കെ നോക്കിയിട്ട് അമ്മയെ കണ്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ച് 79 ദിവസങ്ങൾക്ക് ശേഷം ബിന്ദു ഹൈക്കോടതിയെ സമീപിച്ചു. തങ്കമ്മ തിരോധാന കേസ് ഇവരുടെ ഹർജിയിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് സമീപത്തെ കാട് നിറഞ്ഞ പ്രദേശത്തും സമീപത്തെ ജലസ്രോതസ്സുകളിലും ഫയർഫോഴ്സിനെ അടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. പക്ഷേ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ വെച്ചാണ് തങ്കമ്മയെ അവസാനമായി കണ്ടത് എന്നുള്ളതാണ് സാക്ഷിമൊഴി. ഇവിടെ നിന്ന് തങ്കമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് 50 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. പക്ഷേ അവർ വീട്ടിലെത്തിയതിന് യാതൊരു തെളിവും ഇതുവരെ പോലീസിനും ലഭിച്ചിട്ടില്ല, ബന്ധുക്കൾക്കും ലഭിച്ചിട്ടില്ല. ബിന്ദുവും കുടുംബവും തങ്ങളുടെ സംശയങ്ങളെല്ലാം ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും മൊഴിയായി നൽകിയിട്ടുണ്ട്. പോലീസും ക്രൈംബ്രാഞ്ചും അയൽവാസികളുടെ അടക്കം മൊഴി പലതവണ രേഖപ്പെടുത്തി. എന്നാൽ ഇതൊന്നും തങ്കമ്മ തിരോധാന കേസിന്റെ ദുരൂഹത മാറ്റാൻ സഹായിച്ചില്ല. ദുരൂഹതയാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ പോലീസ് വന്നു ചിലപ്പോൾ ഇടയ്ക്ക് അവർ ഇപ്പോഴും അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോദിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും യാതൊരു ഇതുമില്ല. തങ്കമ്മയെ ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കാമെന്നാണ് കുടുംബം ഇപ്പോൾ സംശയിക്കുന്നത്. തട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത കൂടുതലെന്നാണ് പൊതുവേ ഉള്ളൊരു നിഗമനം. കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർണ്ണമായിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഒരു മാല കിടപ്പുണ്ടായിരുന്നത് സ്വർണ്ണമല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതാണോ ഇല്ലയോ എന്നൊക്കെ ഒരു നിഗമനത്തിലേക്ക് എത്താനും പോലീസിനാണേലും നമുക്ക് നാട്ടുകാർക്കാണേലും ഒരു ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇന്നും വേദനയോടെ കേസന്വേഷണത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് മകളും കുടുംബവും. 93 വയസ്സുള്ള തങ്കമ്മയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ ദൂരേക്ക് പോകാൻ കഴിയില്ല. ക്ഷേത്രത്തിൽ നിന്ന് അവർ വീട്ടിൽ മടങ്ങിയെത്തിയതിന് തെളിവുകളുമില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? ഉത്തരം നൽകേണ്ടത് കേസന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചാണ്. പീരുമേട്ടിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.